ഞാൻ കുറെ കൊടുത്തിട്ട് കാലിയായി എന്നല്ലാണ്ട് എന്ത് കിട്ടിയിട്ട അങ്ങനെ എല്ലാം ഉടനെ കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടും, കിട്ടലെന്നില്ല. എന്നാലും നല്ലോണം കിട്ടുന്നതും കിട്ടേണ്ടതും അവിടെ. മരണമില്ലാത്ത ലോകം, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, ഭയാനഭയങ്കരമായ മഹ്ശറലോകം, നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും പേടിച്ചു പറച്ച് നട്ടോട്ടമോടുന്ന ലോകം. അവിടെയാണ് നിനക്ക് രക്ഷ വേണ്ടത്, അവിടെയാണ് നീ കൈച്ചലാവേണ്ടത്. ഈ 3 ദിവസത്തെ ദുനിയാവിൽ എങ്ങനെങ്കിലും നേരം വെളുക്കും, രാത്രിയാവും, സുബയാവും. അത് വലിയൊരു ടെൻഷന്റെ വിഷയമല്ല, അതൊരു വിഷയമുള്ള വിഷയമല്ല, അതൊരു റിസ്ക് എടുത്തിട്ട് അധ്വാനിക്കേണ്ട ലോകവുമല്ല. എല്ലാം കൊണ്ടും നീ അധ്വാനിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ മഹാന്മാർ. ആ നിലക്ക് ലോകത്ത് ജീവിച്ചവരാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, അന്യവന്റെ ഒരു ഈർക്കല് പോലും സമ്മതമില്ലാതെ സ്വന്തമാക്കാതെ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ നല്ലോണം അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ജീവിച്ചിട്ട് ജീവിച്ച് മരിച്ചുപോയവരാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മഹാനായ റിഫായി ശൈഖ് തങ്ങളെ പോലെ. റിഫായി ശൈഖ് തങ്ങളൊക്കെ ഏത് കാലക്കാരനാണ്? എത്ര കാലായി? പേര് കേൾക്കുമ്പോ പേർക്കൊണ്ടിട്ട് വസംഘട്ടിൽ വന്ന ആള് മുഞ്ഞാന്ന് അല്ലേ? അല്ല, 1000 ആണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം ഹിജ്റ 500 കാലത്താണ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കാലം, ഇമാം ഗസാലി തങ്ങളെ കാലം, മഹാനായ അജ്മീർ ഖാജ തങ്ങളെ കാലം, റിഫായി ശൈഖ് തങ്ങളെ കാലം. എല്ലാം ഏകദേശം തൊട്ടു നിൽക്കുന്ന കാലങ്ങളാണ്, അപ്പുറം കണ്ടുമുട്ടിയ കാലങ്ങളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ദർസിലെ ഒരു 6 മാസമോ 3 മാസമോ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇന്ത്യയുടെ സുൽത്താൻ മഹാനായ അജ്മീർ ഖാജ. അല്ലാഹു തആല അവരുടെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. എത്ര വലിയവരായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു. ഖിദ്ർ നബി അലൈഹിസ്സലാം ലോകത്തോട് ഒരു അവസരം പറഞ്ഞു. ഞാൻ 40 ദിവസത്തോളം റിഫായി ശൈഖ് തങ്ങളെ മജ്ലിസിൽ ഇരുന്നു, വീട്ടിൽ ചെന്നു, മുഖാമുഖം കണ്ടോ. 40 ദിവസത്തോളം, 1-2 ദിവസമല്ല, 40 ദിവസത്തോളം ഞാൻ റിഫായി ശൈഖ് തങ്ങളെ മുലാഖാത്തായി, ഫേസ് ടു ഫേസ് അങ്ങ് സംസാരിച്ചോ. പക്ഷേ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതല്ലാതെ, സുഖമാണോ എന്ന് ചോദിച്ചതല്ലാതെ, സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതല്ലാതെ വേറൊരു വിഷയം സംസാരിച്ചില്ല. കൂടുതൽ പളപള വർത്തമാനം പറഞ്ഞില്ല, കണഗുണ വിഷയം പറഞ്ഞില്ല, അനാവശ്യങ്ങൾ മിണ്ടിയില്ല. നാവിനെ നല്ലോണം നിയന്ത്രിച്ചോ. അതുകൊണ്ട് അതുപോലത്തെ ഒരു വലിയന് ഞാൻ എന്റെ ലോകത്ത് കണ്ടിട്ടില്ല. അത്ര കണ്ട് നല്ല നിലക്ക് ജീവിച്ചവരായിരുന്നു റിഫായി ശൈഖ്. നമ്മളടക്കങ്ങാനും റിഫായി ശൈഖ് വന്നെങ്കിൽ 40 വേണ്ട, 4 ദിവസം വന്നെങ്കിലേ 12,000 ഡയറി എഴുതാനുള്ള വിഷയം ഉണ്ടാവും നമുക്ക് മുണ്ടാൻ. കച്ചവടം എങ്ങനെ ഉണ്ട്, ഉമ്മാമക്ക് ഷുഗർ ഉണ്ടാ, പ്രഷർ ഉണ്ടാ, IPL മാച്ച് തീർന്ന, പിന്നെ അനിറോസിന്റെ കേസ് ഫൈനലായ, ഇങ്ങനത്തെ എല്ലാം വിഷയം എല്ലാം അനാവശ്യങ്ങളും വേണ്ടത്രങ്ങളും, പിന്നെ പുളിച്ച ചീത്തയും അവന്റെ ഉമ്മാക്കും അവന്റെ ഉപ്പാക്കും അതിന്റെ മോനും ഇന്റെ മോനും. എന്തേ നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ്, നിങ്ങൾ നരകത്തിന്റെ ഭാഗത്തൊക്കെ നോക്കണ്ട. ഇതാണ് സ്വർഗത്തിന്റെ തോപ്പ്. നിങ്ങൾ ഇങ്ങനെ നോക്കി അവിടെ കൂറ്റി വിഷയമെല്ലാം ഉണ്ടാവും, അതിനൊന്നും വിലക്ക. നിങ്ങൾ ഇങ്ങോട്ട് അവിടെ റോട്ടിലെ കിടാക്ക കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് ഓടുന്നുണ്ട്, അവരെ കുറച്ച് മെല്ലെ സൗണ്ട് എടുത്തിട്ട് കൺട്രോൾ ആക്കിയെങ്കിലേ ഈട് കേൾക്കുമ്പോൾ ഒച്ചമ്പിളിയാക്കണ്ട. ഇങ്ങോട്ടോക്കി നിങ്ങളെ മുമ്പിൽ കുറെ എന്റെ സ്റ്റൈല് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. ഒന്നാമത് നമുക്ക് വലിയ പ്രായമൊന്നുമില്ല, അപ്പൊ ആ പ്രായത്തിന്റെ ഒരു മിസ്റ്റേക്കിന് കരുതിക്കോളി. രണ്ടാമത് നിങ്ങളെ സുഖിപ്പിക്കണമെന്നോ എന്ന താല്പര്യമാണ് കില്ലുമില്ല. നിങ്ങളെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കണോ. നമുക്ക് ഒരു ആശയമുള്ളത് പറയുന്നത് ഹക്കാവണോ അള്ളാഹ്ക്ക് പൊരുത്താണോ നത്തറിന്. മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടെങ്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കോ അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ കിബർ പറഞ്ഞല്ല, ഞാൻ വലിയ സത്യസന്ധനായിട്ട് പറഞ്ഞതല്ല, ഞാനൊരു സൂഫിയായിട്ട് പറഞ്ഞതുമല്ല. അങ്ങനെയാണ് വിഷയായിക്കൊണ്ടേ ഇരിക്കണ്ട പ്ലീസ്. സ്വർഗത്തിന്റെ അതവ് നല്ലോണം പോകണം. നിങ്ങൾ വയലൊരു 1/2 മണിക്കൂർ കേട്ടെങ്കിൽ മതി. എനിക്ക് എന്റെ ഈ പറച്ചിലെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കൊരു ബേജാറില്ല, നിങ്ങൾ ബേജാറായിക്കൊണ്ടേ ഇരിക്കും. എനിക്കതിൽ ബേജാറൊന്നുമില്ല, ഉള്ളത് പറയാലോ. അത് നല്ലോണം പോണം. കൂടുതൽ ഇബാദത്ത് വേണ്ട, കൂടുതൽ വയല് കേൾക്കണ്ട, കൂടുതൽ കർമ്മങ്ങൾ വേണ്ട. അതതിന്റെ മട്ടം പോലെ, ചേല് പോലെ, ചെമ്പാപ്പ് പോലെ കുറച്ച് മതി. 5 നേരം നിസ്കാരം, പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള കുറച്ച് സുന്നത്ത്, പിന്നെ നല്ല കുറച്ച് നോമ്പ്, പിന്നെ കുറച്ച് ദിക്ർ സ്വലാത്ത്, ഇതെല്ലാം ചെയ്തിട്ട് മട്ടം പോലെ നീ എങ്ങനെ ജീവിച്ചിട്ട് കൂടുതൽ നിനക്ക് വേണ്ടത് അതവാണ്. അതവ്, ബഹുമാനോ, ആദരവ്,
സംസ്കാരം പള്ളികളോട്, മദ്രസകളോട്, ദീനിന്റെ ആലിമീങ്ങളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ഷിആറുകളോട്, സ്വർഗത്തിന്റെ തോപ്പുകളോട്, മഹാന്മാരോട്, മക്കാമുകളോട്, ഔലിയാക്കളോട്, നാടിന്റെ നേതാക്കളോട്, പ്രായമുള്ള വയസ്സന്മാരോട്, കണ്ണില് കാണുന്ന മലായികത്തീങ്ങളാണെന്ന മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ച മുതഅല്ലിമീങ്ങളോട്, ഉമ്മയോട്, ജന്മം നൽകിയ ബാപ്പയോട്, വലിയവരോട്, പ്രായമുള്ളവരോട്, വയസ്സന്മാരോട്, ഇവരോടെല്ലാം നല്ല അദബ് വേണോ? അദബെന്തതാണ് വലിയ കാര്യം? അത് ഈമാനിന്റെ കതലാണ്, അത് ഈമാനിന്റെ കാമ്പാണ്. ആദരവില്ലാതെ പോയാൽ, ബഹുമാനമില്ലാതെ പോയാൽ, ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കാതെ പോയാൽ, ചില മനുഷ്യന്മാരുണ്ട്, എന്ത് ഉസ്താദറാ, എന്ത് കാളീന്ന്, എന്ത് പ്രസിഡന്റ്, എന്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കുന്ന ചില മനുഷ്യന്മാരില്ലേ? ഈടുണ്ടെന്നല്ല, നിങ്ങൾ തലയാട്ടാൻ പേടിക്കണ്ട. ഞാൻ ഈടുത്ത കഥ പറഞ്ഞല്ല, ഉണ്ട്, ഈടയില്ല, അതെന്ത് പറയും? എന്ത് ഉസ്താദ്, എന്ത് പള്ളിന്ന്? ഇന്നൊരുത്തന്റെ വീഡിയോ കണ്ട്, ഇന്നൊരുത്തന്റെ വീഡിയോ, അവൻ കുറെ വിഷയം പറയുന്നതിൽ. അതായത് ഞാൻ മരിച്ചെങ്കിൽ എന്നെ കൊണ്ടൊരു പള്ളിൻ്റെയോടെയും ഫറിൻ്റെയോടെയും പൂക്കണ്ട, എൻ്റെ കണ്ണും കൾബും കറലെല്ലാം ആർക്കും ദാനം കൊടുത്തോളി, ആർക്കും ഉപകാരപ്പെട്ടിട്ട് മണ്ണിൽ പൂത്തിട്ട് പിന്നെ എന്താവാനുള്ളേ, ചീഞ്ഞിട്ട് മണ്ണായിട്ട് പോന്നല്ലേ. പിന്നെ ഇസ്ലാം പറഞ്ഞ പോലെ ഒന്നും ഇല്ല. കബറിൽ ചോദ്യം, അവിടെ ചോദ്യം, കൂടെ ചോദ്യം. ഇത് പറയുന്ന ഒരു നല്ലൊരു പേരുള്ളൊരു മുസ്ലിമാണ്, ഒരു നാമധാരി. ഇന്ന് പുതിയ ഫ്രഷ് വീഡിയോ, ബനൂ ഇസ്രായേലിന്റെ കാലത്തതല്ല, ഇന്ന് സുബഹി കിട്ടതയാണ്. ഇങ്ങനെയാണ് ഇപ്പൊ ലോകം. ഈമാൻ ഇസ്ലാം എല്ലാം കുറഞ്ഞു പോയൊരു ലോകം. അപ്പൊ ആദരിക്കപ്പെടേണ്ടതിനോട് ആദരവില്ല. നേതാക്കളാര്, നാടിന്റെ വലിയവരായ ആൾക്കാരെന്നറിയില്ല. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണരുത്. ഇൽമിന്റെ മജ്‌ലിസുകളോട് വലിയ ആദരവ് വേണം. തോന്നിയതുപോലെ വരേണ്ടതോ ഇരിക്കേണ്ടതോ അല്ല. ഇത് ക്ലബിന്റെ പരിപാടിയല്ല, ഇത് ക്ലബിന്റെ പരിപാടിയല്ല. ഇത് ഡേ നൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല. ഇത് ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി അല്ല. ഇത് കബഡി ടൂർണമെന്റ് അല്ല. എന്റെ വിഷയതല്ല, എന്റെ വിഷയം ഇൻഷാല്ലാ ഞാൻ വരും. ഇന്ന് തുടക്കായതുകൊണ്ട്, എന്റെ ആമുഖായതുകൊണ്ടും, നിങ്ങളെ ആമുഖായതുകൊണ്ടും, പരിപാടിന്റെ ആമുഖായതുകൊണ്ടും ഞാൻ ഈ വിഷയം ഫസ്റ്റ് പറഞ്ഞു നടക്കാം. കാരണം നാളെ മറ്റന്നെല്ലാം ഉണ്ട്. മാത്രമല്ല, ഇന്നിപ്പോ ഈനോടെല്ലാം മനുഷ്യന്മാർക്ക് ബഹുമാനം കുറഞ്ഞ കാലാണ്. ബഹുമാനമില്ലാതെ പോയാൽ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം വെറുതെ, ഞങ്ങളെ ഹജ്ജ് വെറുതെ, ഞങ്ങളെ അമല് വെറുതെ. നിങ്ങളറിയാതെ നനച്ചിരിക്കാതെ നിങ്ങൾ ചെയ്ത സർവത്ര അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ്. നിങ്ങളായ കിതാബിൽ നിന്ന് അത് ഡിലീറ്റായി പോകുന്നതാണ്. അതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതിനെ നല്ലോണം ആദരിക്കണോ. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്. ഇതിനോട് നല്ല ബഹുമാനം വേണം. ഇവിടെ ഇരുന്നിട്ട് തിരിച്ചും മറിഞ്ഞും അങ്ങോട്ട് പടിഞ്ഞാറോട്ടും തെക്കോട്ടും നോക്കണ്ട. ഇരിക്കുന്ന കുറച്ച് റാഹത്തിരുന്നോളൂ. പോന്നാ നല്ല പോയോ. ഇത് കുറെ അങ്ങ് തിരയുന്ന ഇങ്ങ് തിരയുന്ന. സത്യത്തിൽ ഓൻ തിരയുന്നല്ല, ഓനെ തിരക്കുന്നു, അങ്ങും ഇങ്ങും തിരക്കുന്നു. ഒരാളുടെ അറിഞ്ഞ അഡ്മിന്, ഏത് ഗ്രൂപ്പിന്റെ അല്ല, അവൻ എല്ലാ ഗ്രൂപ്പിന്റെ അഡ്മിൻ തന്നെ. ഇബിലീസ് ഓന്റെ പണി നോക്കി മൂത്രിക്കാൻ ഇതുവരെ മുട്ടിയില്ല. ചൊവ്വയിന്ന് പിടിച്ചിട്ട് ഈ 8 മണിയോളം മൂത്രം പിടിച്ചിട്ടില്ല. പിടി ഇരുന്നിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല, മൂത്രം പിടിച്ചിട്ടേ. സംഗതി എന്തറിഞ്ഞ അത് ഇപ്പം കുറച്ച് ഏറെ പിടിച്ചറിയാം. മൂത്രിക്കണം, മൂത്രം വന്ന മൂത്രം പിടിച്ചേക്കാൻ പാടില്ല. മൂത്രം നല്ലോണം മുട്ടിയിട്ടുണ്ടെങ്കിൽ, കാഷ്ടിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെളിവിടാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കുന്നത് പോലും ജമാത്തിൽ കൂടണമെന്നില്ല. അതിനോട് മസാല കേട്ടോളി, എനിക്ക് നന്നറിയാല. ഇവിടെ നല്ലോണം അറിയുന്ന ആലിമീങ്ങളുണ്ട്, അവരോട് കേട്ടോളി. മൂത്രിക്കാനും വിത്താനെല്ലാം മുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് ഇതിനെ ദമ്മ പിടിച്ചിട്ട് മിക്കിയിട്ട് ഇങ്ങനെ നിസ്കരിക്കണമെന്നില്ല. നീ ബീറ്റിട്ട് നല്ല റിലാക്സ് ആയിട്ട് നിസ്കരിച്ചു. കാരണം നിസ്കാരം അത് ഞങ്ങൾ നേർച്ച വിട്ടേണ്ടിയതല്ല. അപ്പൊ മുട്ടുന്നോറും വീട്ടിക്കോളൂ, പ്രശ്നമില്ല. പക്ഷേ ഈ സമയത്ത് തന്നെ മുട്ടിയെന്തേ? ഈ സമയത്ത് തന്നെ ഇന്നോളം വിളിച്ചിട്ടില്ല. 18 കൊല്ലായി എളാമ വിളിക്കാണ്ട്. ഇപ്പൊ മിസ്കോളാണ് എളാമാന്റെ. എന്റെ അതങ്ങനെ അത് എളാമാക്ക് തോന്നിപ്പിച്ച ഒരാളുണ്ട്. ഇവിടെ നിന്നെ കൊണ്ട് ആ സമയത്തിന് ഡിസ്പ്ലേ നോക്കാൻ നിന്റെ കണ്ണിന് കാഴ്ച തന്ന ഒരാളുണ്ട്. അവന്റെ പേരാണ് ഇബ്ലീസ്. അവനോടാണ് ഞങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത്. അവന്റെ വസ്വാസിൽ ഞങ്ങൾ പെടാൻ പാടില്ല. അവന്റെ പ്രേരണകൾക്ക് ഞങ്ങൾ വശംവദരാകാൻ പാടില്ല. അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താകട്ടെ. നിങ്ങൾ വേണമെങ്കിൽ നോക്കി, ഞാൻ ചെല്ലുന്നത് നേറാക്കളാ. നിങ്ങൾ വേണം നോക്കി, ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയട്ട് 1-2 ആളും എല്ലാം എണിച്ചിട്ട് ഹലോ കേൾക്കുന്നില്ല, ഞാൻ വരാറ്റ് പോകുന്നുണ്ടോ? വരാനോന് ഫോണെ വന്നിട്ട ഓൻ വിചാരിച്ചു ഞങ്ങൾക്ക് മൂക്കില്ലാന്ന്. ഓൻ വിചാരിച്ചു ഞങ്ങൾക്ക് മൂക്കില്ലാന്ന്. ഞങ്ങൾക്ക് തരിമൂക്കുണ്ട്, നിങ്ങൾക്ക് മൂക്ക് മാത്രമേ ഉള്ളൂ. ഹലോ കേൾക്കുന്നില്ല. കേൾക്കുന്ന ഫോൺ വന്നിട്ട് വേണ്ടി നീ നേരെ പോ, കളവിൽ നേരെ പോ.
സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് കളവ് പറഞ്ഞിട്ട് പോണ്ട, നേരെ പോ. ആരും റോപ്പ് ഇട്ടത് കെട്ടി വെച്ചിട്ടില്ലല്ലോ. ഏതായാലും ഇരിക്കുന്ന നല്ല റാഹത്തിൽ ഒരു അരമണിക്കൂർ നന്നും വേണ്ട, കുറെ വേല വേണ്ട, കുറെ സമയം ലേട്ടാക്കുന്നുമില്ല. മാത്രല്ല പരീക്ഷന്റെ സമയമാണ്, കുട്ടികൾക്ക് സ്കൂളിലും മറ്റു എക്സാമിന്റെ സമയമാണ്, മദ്രസയിലല്ലോ. അപ്പൊ കുറെ ലേട്ടാക്കാൻ കഴിയാ. ആള് വരട്ടെ വരാണ്ടിരിക്കട്ടെ, വേഗം തുടങ്ങണോ വേഗം തീർക്കണം. ഇത് ഞമ്മന്താക്കുന്ന പറഞ്ഞ ആൾക്കാർ ബെർട്ടും ചെലുത്തി ഓറ് കാക്കുന്നു, ഓറ് തുടങ്ങട്ടും ചെലുത്തി നിങ്ങ കാക്കുന്നത്, ഇതിന്റെ ഇടയിൽ എന്താ കെട്ടിയാലും ഞാൻ കാക്കുന്നത്. ഈ വന്നോറ് ഓറ് ബെർട്ടിന് ഓറ് നിങ്ങ വരാണ്ട് ഓറ് സുബയോളം തുടങ്ങൂല്ല, ഓറ് തുടങ്ങാണ്ട് നിങ്ങ നാളെ രാവിലെ 10 മണിയോളം വരാനുണ്ട്. ഇതിന്റെ ഇടയിൽ പെടുന്നാരി ഈ വന്നാള് എന്താക്കട്ടെ റബ്ബേ. അവൻ ലേഖനാക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇന്നല്ല, എന്റെ പരിപാടി ആയതുകൊണ്ടല്ല, എക്സാം ഉള്ളത് കൊണ്ടല്ല, പഴയ കാലം പോലല്ല, കാലം മാറി. സമാൻ ബദൽ ഗയാ, ബദൽ ഗനാ നഹീ ഖറാബ് ഗയാ, സമാന ഖറാബ് ഹൈ. മുഹമ്മദ് റാഫി പാടിയ പോലെ സമാന ഖറാബ് ഹൈ. കാലം കുറച്ച് ഫസാദായിട്ടുണ്ട്. കാലം ഫസാദായിനല്ല, ഞങ്ങ ഫസാദായതാണ്, ഞങ്ങ ബെടക്കായതാണ്. ഞങ്ങ പിന്നെ കാലത്തിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ വേറെ ആളെ തലക്കെട്ട് ഞമ്മ ചെന്ന് കേൾക്കുന്നില്ലേ. എന്റെ കൂടെ നേരുണ്ടായി ഓരോക്കെ കൂടി ബെടക്കായി ഓറെന്തോ ആക്കിയിട്ടില്ല. നിന്റെ കിടവ് പിടക്കാനും നിന്നെ കൊണ്ട് തന്നെ ഞങ്ങനെ അവരെ തലക്കെട്ടുകൾ സലാമത്താക്കിയിരുന്നു. അത് എല്ലാവരും അങ്ങനെ. നിങ്ങൾ നോക്കിയാല പിന്നെ എന്റെ അടുത്ത് തന്നെ ഒരു വിസ ഇടണം, ദുബൈക്ക് കടത്തോളം ചൊല്ലി. അങ്ങനെ ഞാൻ എന്താക്കി അപ്പുറം മുണ്ടി പിടിച്ചിട്ട് വരുത്തന്നെ കടത്തി. നല്ല പണിയുണ്ടായി, മോശമില്ല, ചെറിയ ശമ്പളം, പിന്നെ ശരിയാവും. കുറച്ച് റിസ്ക് ഉണ്ട്, ഒരു 8, 10, 12 മണിക്കൂർ പണിയുണ്ട്. എന്നാലും പിന്നെ അത് മൈനസ് ആവും, ഒരു 3 മണിക്കൂറെല്ലാം ആവും. കുറച്ച് സബർ എടുക്കണം, നീ പോയി അങ്ങനെ ഓൻ തമ്മതൊക്കെ ഇട്ട് ആവും. അങ്ങനെ മുസാരില്ല, അടിമേൾ പറഞ്ഞ മുസാരില്ല. 12 മണിക്കൂറല്ല 24 മണിക്കൂർ പണി അങ്ങ് സാരില്ല. ഒന്ന് ശരിയാക്കിയിട്ട് പോയിട്ട് ഒരേ മാസം പോകുമ്പോൾ ചെല്ലാം. മാഷാ അല്ലാ, നിന്നെ മറക്കാല, അല്ലാഹു നല്ലോണം കൂലി തട്ട്, ബാറകല്ലാ തബാറകല്ലാ, മാഷാ അല്ലാ, ലാ ഹൗല വലാ ഖുവത. ഓന്റെ വായിൽ എന്തെല്ലാം ഉണ്ട് എല്ലാം ചൊല്ലാം. എനിക്ക് വേണ്ടി പോയിട്ട് അവിടെ ഇത്തിരി പണിയെടുത്തിട്ട് ഓൻ്റെ നെറ്റിയിലെല്ലാം വേർപ്പ് വന്നിട്ടാകുമ്പോൾ ഓൻ ഫോണാക്കി എല്ലാം പറഞ്ഞാൽ നീ എന്നെ കൊണ്ടിലിട്ടല്ലേ ഉണ്ട്. അത് എല്ലാവരും അങ്ങനെ കഷ്ടപ്പാടും ഞെരുക്കവും പ്രയാസവും വരുമ്പോ ഓനോന്റെ തലക്കിട്ട് ഇളക്കിയിരുന്നു. അപ്പൊ അല്ല ഇങ്ങനെ ആക്കിയല്ലേ, അല്ല ചന്താക്കിയല്ലേ എന്ന് പറയാലോ ഒരിക്കലും. അല്ലെങ്കിൽ അള്ളാന്റെ വിധിയല്ലേ എന്ന് പറയുകയോ, അല്ലെങ്കിൽ പോയോന് കടത്തിയോന് ഒരു ഉപകാരം ചെയ്തോന് ഒരു നന്ദിന്റെ വാക്ക് പറയാനൊന്നും ഞങ്ങൾ റെഡിയില്ല. അവനാണ് ഏറ്റവും വലിയ നന്ദി കെട്ടവൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നന്ദി കെട്ടവരെ ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. നല്ല പോലെ കേട്ടോ, ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. ഇത് കേവലം മജ്ലിസല്ല, മുഅ്മിനീങ്ങളുടെ മജ്ലിസ് ആകുമ്പോ അവർ ഏത് കോലത്തിലുള്ളവരാകട്ടെ, ഏത് മനുഷ്യന്മാരാവട്ടെ, മുഅ്മിനീങ്ങളാണോ, അല്ലാഹുവിനെ കൊണ്ടും ആഖിറം കൊണ്ടും വിശ്വസിക്കുന്നവരാണോ, അങ്ങനെയുള്ള ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എങ്കിൽ ആ മജ്ലിസ് മുബാറക്കായ മജ്ലിസാണ്. അത് ബർക്കത്തുള്ള മജ്ലിസാണ്. അത് ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന മജ്ലിസാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 40 ആള് കൂടിയ സ്ഥലത്ത് നിങ്ങൾ ദുആരക്കാതെ പോവല്ലേ. കാരണം അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും നല്ലവരുണ്ട്, ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്നവരുണ്ട്, അല്ലാഹുവിന്റെ വലിയുണ്ട്. 40 ആള് കൂടുക എന്നത് വലിയൊരു സംഗതിയാണ്. ഞങ്ങൾക്ക് ദുആരക്കാൻ പറ്റിയ സമയമാണത്, ദുആരപ്പിക്കാൻ പറ്റിയ മജ്ലിസാണത്. ഇരിക്കട്ടെ, എല്ലാം കൊണ്ടും ഈ നിലക്കുള്ള അമലുകളെല്ലാം ചെയ്തിട്ട് ജീവിച്ചവരാണ് മഹാന്മാർ. മഹാനരായ റിഫായി ശൈഖ് തങ്ങളെ സംബന്ധിച്ച് ഖിദ്ർ നബി ലോകത്തോട് പറഞ്ഞത് അങ്ങനെയാണ്. 40 ദിവസത്തോളം ഞാനങ്ങ് മഹാനരെ ബന്ധപ്പെട്ടു, മഹാനരുമായിട്ട് ഞാൻ സംഗമിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു 40 വാക്കല്ലാതെ എന്നോട് മിണ്ടിയിട്ടില്ല. അത്ര കണ്ട് നാവിനെ നിയന്ത്രിച്ച മഹാനാണ് റിഫായി ശൈഖ്. നാവിനെ നിയന്ത്രിക്കാനാണ് വലിയ പണി, കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല. കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല, നാവിനെ നിയന്ത്രിക്കാനാ വലിയ പണി. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മഹാനരായ സുബൈർ തങ്ങൾ ചോദിച്ചല്ലോ, നബിയേ അയ്യുൻ നജാത്ത്, രക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രക്ഷപ്പെടുക? ഞാൻ എങ്ങനെയാ പരലോകത്ത് രക്ഷപ്പെടുക? എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ മാർഗം പറഞ്ഞു കൊടുത്തു. അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ കൺട്രോൾ ആയിക്കോ. കണ്ടവരതെല്ലാം എണ്ണാ നിൽക്കണ്ട, കണ്ടവന്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട, വേണ്ടാത്തരങ്ങൾ പറയണ്ട, അനാവശ്യങ്ങൾ പറയണ്ട, ഫിത്ന ഫസാദ് പറയണ്ട. അതുപോലെ തന്നെ ആലിമീങ്ങളെ പ്രത്യേകിച്ച് പറയണ്ട. തങ്ങന്മാർ ആലിമീങ്ങള് നല്ലോണം ജാഗ്രത. അവർ ആ കാണുന്ന കോലമല്ല, അവരിൽ ഇൽമെന്നൊരു സംഗതിയുണ്ട്, അത് വിഷമാണ്. അതുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കണ്ട. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ വറഇ അശദ്ദു, തങ്ങള് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള വിഷയം
വിഷയമേതാതങ്ങളെ. നല്ല കഷ്ടമുള്ള വിഷയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ പ്രവർത്തിക്കാൻ കുറച്ച് കഷ്ടമുള്ള റിസ്ക് ഉള്ള സംഗതി എന്തും ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു അല്ലിസാൻ, നാവ്. നാവിനെ നിയന്ത്രിക്കാൻ കുറച്ച് പണി തന്നെ. ഫിത്ന ഫസാദ് പറയാത്തവരില്ല, ഗീബത്ത് പറയാത്തവരില്ല. ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ സമന്മാരാണ്. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കണ്ണും നാക്കും മൂക്കും ഓരോ അവയവങ്ങളും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ആ പറയപ്പെട്ടവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്തിലാക്കട്ടെ. നാവിനെ നല്ലോണം നിയന്ത്രിക്കണം. ഇവർ റമളാൻ വരാനായി, നാളായി കുറച്ച് ദിവസമുള്ള. അപ്പൊ നല്ലോണം കൺട്രോൾ ആക്കേണ്ടത് നാവിന് തന്നെ. ബാക്കിയെല്ലാം കൺട്രോൾ ആണ്. പള്ളക്കൊന്നും പോകുന്നില്ല, പിന്നെ വേറെ അപ്പുറം പാച്ചൽ കളിയൊന്നും ഇല്ല. കാരണം എന്താ, പൈക്കുന്നു അങ്ങനെ വായത്ത്, അല്ലാണ്ട് ആശില്ലാഞ്ഞിട്ടല്ല. പിന്നെ MB എല്ലാം അങ്ങനെ നല്ലോ കുറച്ചെല്ലാം റീചാർജ് ആക്കുന്നതെല്ലാം കുറയുന്നു. നല്ലവർക്ക് കുറയുന്നു, എല്ലാവർക്കും അല്ല. ഏതായാലും ഫസ്റ്റ് കുറയുന്നു. ഫസ്റ്റ് റമളാൻ ഒരു 3 MB ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്തേ റമളാൻ ആകെയാ. ഉമ്മാമ വിരിച്ച മുസല്ല മടക്കിയിട്ടുമില്ല. ഈ ചങ്ങായിന്റെ MB MT കാലി. 4 കഴിഞ്ഞിട്ട് 8ന്റെ 1.5 GB ഉള്ളടക്കണം. ഉമ്മാമയും അങ്ങനെ ഭക്ഷണം നീയല്ല, കേബിളൊന്ന് ഊരിറുമോളെ വേണ്ട റമളാനല്ലേ ഊരിറും. അത് ഊരാൻ കഴിഞ്ഞ മരുമോക്ക്. കാരണം 1-2 ഫുള്ള് നോക്കിയതല്ല, അതും ഉപ്പ് കുടിച്ചിനാട്. ഇത് ബഞ്ച് അവസാനം ഒരു ഊരിറും റമളാനല്ലേ തക്ബീറാക്കുന്നില്ലേ, അങ്ങനെ ഊരല്ലേ. കേബിൾ മാത്രല്ല പറഞ്ഞ ഇടി സ്വിച്ച് ബോർഡേ പറഞ്ഞു. ആ അത്രക്ക് ഈമാനിലെ ഊരിട്ടെടുത്ത പൊരിച്ചിട്ടെടുത്ത ഉമ്മാമ റമളാൻ 8 എന്ന് ചെല്ലാൻ തെറിഞ്ഞ ആ 8:30 മണിന്റെ സീരിയൽ ഇപ്പൊ ഊർക്കുത്തിയത്. നിങ്ങൾ ശരിക്കും നമുക്ക് ഡൗട്ട് ഉണ്ട്, പറഞ്ഞ ഉള്ളിൽ അങ്ങനെ ആണല്ലേ. നന്ന് ചിരിക്കണ്ട, നാളെ ക്ലിപ്പ് വരും. എല്ലാവർക്കും ബാധകാണ്. എനിക്ക് അവ്വലം ബിനഫ്സി, പിന്നെ നിങ്ങൾക്ക്. റമളാനാണ് എല്ലാം കൊണ്ട് പരിശുദ്ധമായ മാസം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറാളികളോട് അല്ലാഹു ചോദിക്കുമത്ര, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ. തമന്നൗ, എന്തെങ്കിലും ആശയുണ്ടാ, എന്തെങ്കിലും ആഗ്രഹമുണ്ടാ, എന്തെങ്കിലും കൊതിയുണ്ടാ എന്ന് അഹ്ലുൽ ഖുബൂറിനോട്, ഖബറാളികളോട്, ആ മണ്ണറയിൽ കിടക്കുന്ന ജനങ്ങളോട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ എന്ന് അവരോട് ചോദിക്കുമ്പോ ആ മനുഷ്യർ അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യം എന്തറിയോ, തമന്നൗ യൗമൻ മിനർ മിൻ റമളാൻ, റമളാനിൽ നിന്നിട്ടുള്ള ഒരു നാൾ കൂടാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അത് കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല, അത് അനുഭവിച്ചിട്ട് മതി വന്നിട്ടില്ല. അതുകൊണ്ട് റമളാനിന്റെ ഒരു ദിവസമെങ്കിലും നീ ഞങ്ങൾക്ക് കാണിച്ചിറ്, അതിലൊന്ന് കൂടാനുള്ള യോഗം തന്നറ്, റമളാനിനെ ഒന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നറ് എന്ന് ഖബറാളികൾ പോലും ആഗ്രഹിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. എല്ലാം കൊണ്ടുവരും കാണാം. നാളെ രാത്രി ബറാഅത്താണ്. നാളെ രാത്രി എല്ലാം കൊണ്ട് തയ്യാറാവണോ. ഇന്നേതായാലും ക്ലബിന്റെ വിടയായി, ഇന്നേതായാലും കളികളത്തിലായി, ഇന്നേതായാലും മന്തിന്റെ വീഡിയോയിലായി, ഇന്നേതായാലും വീട്ടിലായി, ഇന്നേതായാലും തേരാപാര നടക്കലായി. നാളെ നടക്കല്ലേ, നാളെ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ 15ന്റെ രാത്രി, ശ്രേഷ്ഠമായ രാത്രി, വളരെയധികം പോരിശയാകപ്പെട്ട രാത്രി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അതേ ആ രാത്രിയില്, നാളത്തെ രാത്രിയില് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നല്ലോണം പൊറുക്കുന്നുണ്ട്, ധാരാളം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. വലില്ലാഹി ഫിഹാ ഉത്തഖാഉം മിനന്നാർ. എത്രയോ കോടി ജനങ്ങള് അല്ലാഹു അവന്റെ വലിയ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് നാളത്തെ രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. കലബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ അത്ര പാപം ചെയ്തവരാണെങ്കിലും അവർക്ക് നാളെ അല്ലാഹു പൊറുക്കുന്നു. അതുകൊണ്ട് നാളത്തെ രാത്രി നല്ലോണം ഹയാത്താക്കണോ. ഇശാ മഅരിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതണോ. ആദരണീയരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട പണ്ഡിതവരേണ്യർ ഖലീൽ ദാരിമി ഉസ്താദ് വേണ്ടതുപോലെ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നാളത്തെ ഇശാ മഅരിബിന്റെ ഇടയിൽ 3 യാസീൻ മറക്കണ്ട. ഉസ്താദ് നാളെ മാത്രം ഓതി മതിയാവില്ല, അത് എപ്പോഴും ഓതണം. നാളെ ബിള്ളൂല ഓതണം. ചില മനുഷ്യന്മാർ മനസ്സിലാക്കിയ അങ്ങനെ യാസീൻ ഓതേണ്ട, ഇതൊന്ന് ബറാത്തിന്റെ ഒന്ന് മോന്തിക്ക്, പിന്നെ ഒന്ന് മരിച്ച വരലി, അതിന്റെ അപ്പുറം തൊട്ടു നോക്കിയാൻ കഴിയാം. ആരോ ഒരാൾ ഖത്തം തീർക്കുന്നുണ്ടായില്ല, കുഞ്ഞാ ഖത്തം ഓതിയിട്ട് തീർക്കുന്നുണ്ടായിന്. അയാൾ ഓതിയിട്ട് ബുധനാഴ്ച എത്തുമ്പോ ഏകദേശം ഓതിയിട്ട് അൽ കഹ്ഫ് സൂറത്തിലൂടെ എത്തി. അയാൾ എന്താക്കി അറിഞ്ഞ അതിനവിടെ വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്ത് ഓതാൻ തുടങ്ങി. വയല് കെട്ടി ഇത് വെള്ളിയാഴ്ച മാത്രം ഓതേണ്ടതല്ലേ,
എങ്ങനെയുണ്ട്? അൽ കഹ്ഫ് വെള്ളിയാഴ്ച മാത്രം ഓതണ്ടല്ലേ? ഇപ്പൊ അങ്ങനെയാണ്. എന്ത് ശനിയാഴ്ച ഹറാമാ? അല്ല, അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച പ്രത്യേകം ഓതണം, ബാക്കി നാളുകളിലും ഓതണം. വെള്ളിയാഴ്ച ഔല ഓതണം. 12:58 ഓതേണ്ടത്, അതിരാവിലെ ഓതണം സൂറത്തുൽ കഹ്ഫ്. യാസീനും അങ്ങനെ. അല്ലെങ്കിൽ യാസീൻ മഹത്തരമാണ്, ശ്രേഷ്ഠമായ സൂറത്താണ്, സുന്നത്താക്കപ്പെട്ട പതിവാക്കപ്പെടേണ്ട സൂറത്താണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാത്തിനും ഹൃദയമുണ്ട്. ഉമ്മമാര് കേട്ടോ, പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ, ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും ഹൃദയമുണ്ട്, ഖൽബുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഖൽബാണ്, ഹൃദയമാണ് സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ്, ചെറിയ സൂറത്തല്ല. സൂറത്തു യാസീൻ ലിമാ ഖുരിയ. എന്ത് കാര്യം കരുതിയിട്ട് ഓതിയാലും അല്ലാഹു നിറവേറ്റി തരും കേട്ടോ, സംശയമില്ല. അതാണ് സൂറത്തു യാസീൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാള് രാവിലെയാണ് യാസീൻ ഓതുന്നതെങ്കിൽ അയാൾ വൈകുന്നേരം വരെ മരണപ്പെടില്ല. ഒരാൾ വൈകുന്നേരമാണ് യാസീൻ ഓതുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾക്ക് മരണമില്ല. ഒരു വട്ടമോ വഫീ റിവായത്തിൻ 3 വട്ടമോ യാസീൻ ഓതിയാൽ ദീർഘായുസുണ്ട്. ഞമ്മ ദീർഘായുസിന് ജിമ്മിന് വായിന്നു സുബൈ കണിച്ചിട്ട് ദീർഘായുസ്, പിന്നെ റട്ട നല്ല ബട്ടട്ട വലാവനി. അവിടെ പായിന്റ് തെറ്റൊന്നും അല്ല. ഈ നിസ്കാരം കള്ളാക്കിയിട്ട് ഓത്തും പൈത്തൊന്നും ഇല്ലാണ്ട് ഉമ്മ വിളിച്ചങ്ങ് കൂറ്റാട്ടാണ്ട് ബാപ്പാക്ക് ഒരു കവളി വെത്തല കൊണ്ടേര് കൊടുക്കാണ്ട് നീ ജിമ്മിന് പോയെങ്കിൽ എന്റെ ജിം എടുത്ത് നിന്റെ ജിമ്മ് അത് ആരോഗ്യം കൂട്ടാനുള്ളതല്ല, അത് ആരോഗ്യം ബെടക്കാവാനുള്ളതാണ്. ആരോഗ്യം കൂടാനും ആയുസ് കൂടാനും ഐശ്വര്യം കൂടാനും സന്തോഷം കൂടാനും നാളെ ആഖിറത്തിൽ സലാമത്തുണ്ടാവാനും എല്ലാത്തിനും പറ്റിയതാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങള്, ദിക്റുറാദുകള്, ഖുർആൻ പാരായണങ്ങള്, ദാനധർമ്മങ്ങളൊക്കെ. ചെറിയ സംഗതിയല്ല. അതിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതിയാൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കട്ടെ. ഖുർആൻ ഓതിയെങ്കിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഖുർആൻ ഓതിയാ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരും, ആഖിറത്തിന്റെ പ്രശ്നം തീരും. മഹാനായ അബ്ദുല്ലാഹിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൽ ഖുശൈരി വലിയ മഹാനാണ്, സൂഫി ചക്രവാളത്തിലെ വലിയ മഹാനാണ്, ലോകമറിയപ്പെട്ട പണ്ഡിതനാണ്. ആ മഹാനരുമായി ബന്ധപ്പെട്ട ഒരു കിടാവിന് 1 കിലോ സ്വന്തം മകൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു കിടാവ്, ആ കിടാവ് അങ്ങനെ വയറുവേദന കൊണ്ട് പിടക്കുകയാണ്, പൊളയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു നോക്കി, കുട്ടിക്ക് ശമനമില്ല. അങ്ങനെ ഇരിക്കെ വളരെ വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുമ്പോ, അല്ലെങ്കിലും മക്കൾക്ക് വേറെ വേദന, മക്കൾക്ക് രോഗമെന്ന് പറയുമ്പോഴാണ് ഉമ്മ ബാപ്പമാർക്ക് വലിയ ബേജാറ്. അല്ലേ 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 കിടാക്കൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പരൻ്റെ ഉള്ളിൽ വർക്കില്ല. ഉമ്മ ബാപ്പാക്കും അങ്ങനെ തീരെ സുഖമില്ലാണ്ട് സ്വന്തം തടിക്ക് വേറമ്പലം വരുമ്പോഴല്ല, മക്കൾക്ക് വേറമ്പലാകുമ്പോൾ മക്കൾക്ക് സുഖമില്ലാണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ ഉമ്മ ബാപ്പല്ലേ അത്, അവർ അങ്ങനല്ലേ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർ അങ്ങനെ ഒരുപാട് മരുന്നെടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടപ്പോ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെയുണ്ട് രാത്രി ഉറങ്ങിയ നേരത്ത് ഹബീബായ നബി തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ വളരെ വിഷമത്തിൽ? അപ്പൊ മഹാൻ പറഞ്ഞു, നബിയേ, കിടാവിന് സുഖമില്ല, ഒരുപാട് പ്രയാസത്തിലാണ്, വേദന കൊണ്ട് പൊളയുന്നു, കുഞ്ഞിന്റെ വേദന കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. അബ്ദുല്ലാ, ആയത്തു ശിഫ ഓതിയിട്ട് മന്ത്രിച്ചോ, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചോ. അത് ആഖിറത്തിൽ കൂലിക്ക് മാത്രമുള്ള സംഗതിയല്ല. ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരാൻ, ലോകത്തിന്റെ നല്ല വഴി കാണിച്ചു കൊടുക്കാൻ, ആഖിറം സലാമത്താകാൻ എല്ലാത്തിനും സിദ്ധൌഷധമാണ് പരിശുദ്ധ ഖുർആൻ. അലൈക്കും ബിശിഫായിൻ അൽ ഖുർആനു വൽ ഗസ്ലു. 2 മരുന്ന് എപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം. 2 മരുന്ന് എപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം, നിർബന്ധമാണ്. ഏതാ 2 മരുന്ന്? ഷുഗറിൻ്റെതും പ്രഷറിൻ്റെതും അല്ല. ഞങ്ങൾക്ക് നിർബന്ധം അതിനകത്ത്. പിന്നെ ഹജ്ജിക്ക് പോന്നെങ്കിൽ ഉംറക്ക് പോന്നെങ്കിൽ ഈൻ്റെ 1.5 കിലോ കീശയില്ലെങ്കിൽ ശരിയാവാൻ. തവാഫ് ഒന്ന് ഷോർട്ടായെങ്കിൽ മോശമില്ല, കുളിയ കുടിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഉമ്മാമ ജല്ല് കടത്തിനാണ് ഉപ്പാപ്പൻ്റെ. നിങ്ങളുടെ ചുറ്റുമ്പോ സഈ നടത്തുമ്പോ തവാഫാക്കുമ്പോ 6-7 വട്ടം തിരിയണ്ടേ? അതിൽ ഒന്ന് ഷോർട്ടായെങ്കിൽ മോശമില്ല. ആ ഷുഗറിന്റെ ഗുളിയ തപ്പിയില്ല.
അതാണിപ്പോ മസ്റ്റായത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളുടെ തടിയിലുള്ള രോഗങ്ങൾ ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു മരുന്നൊന്നും കൂടാതെ ശിഫയാക്കി തരട്ടെ. സത്യത്തിൽ അലൈക്കും ബിശിഫായിൻ, 2 മരുന്ന് നിങ്ങൾ കയ്യിൽ വെക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് അൽ ഖുർആനു വൽ ഗസ്ലു, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതനുസരിച്ചിട്ടുള്ള ജീവിതം. 2 തേനിന്റെ ഉപയോഗം. തേനാവണം. അല്ലാണ്ട് റോഡ് സൈഡിലും ഹോട്ടലിലും വീടിലും എല്ലാം കിട്ടുന്നതെല്ലാം തേനായിക്കൊള്ളുന്നില്ല. പേര് ഹനി, ജേനു, തേന് നല്ല ഉണ്ടാവും. എന്നാൽ അത് ഒറിജിനൽ തന്നെ ആണോ അല്ലെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് അതിൻ്റെതായ മട്ടത്തിലുള്ളതാണെങ്കിൽ അത് മരുന്നാണ്. അള്ളാഹു കബൂലാകട്ടെ. അപ്പൊ അതെല്ലാം കയ്യിൽ വേണം. എന്നിട്ട് നാളത്തെ രാത്രി അടക്കം അള്ളാഹു താല പൊറുക്കപ്പെടാത്ത കുറച്ച് പേരുണ്ട്, അള്ളാഹു മാപ്പ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വലാ യൻദുറുല്ലാഹു ഫീഹാ, നാളത്തെ പോരിശയാകപ്പെട്ട രാത്രിയായിട്ട് പോലും, കോടാനക്കോടി അള്ളാന്റെ ഭാവികളായ അടിമകൾക്ക് പൊറുക്കപ്പെടുന്ന രാത്രിയായിട്ട് പോലും എത്രയോ കോടാനക്കോടി ജനങ്ങള് കത്തിയാളുന്ന നരകത്തിൽ നിന്നിട്ട് അല്ലാഹു മോചിപ്പിക്കുന്ന ബറാത്തിന്റെ രാത്രിയായിട്ട് പോലും, ബർക്കത്തുള്ള രാത്രിയായിട്ട് പോലും അല്ലാഹു തആല പൊറുക്കാത്ത, അല്ലാഹു നോക്കാത്ത 1, 2, 3, 4 പേരുണ്ട്. അതാരറിയുമോ? ഇലാ മുശ്രികിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാതി റഹിമീൻ വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ ഖിൽ വാലിദൈഹി വലാ ഇലാ മുദ്മിൻ ഖംറിൻ. സഹിയായ ഹദീസാണ്. നല്ല പോലെ കേട്ടോ, ഉമ്മ കേട്ടോ, പിണങ്ങി നിൽക്കുന്നവർ കേട്ടോ, ബാപ്പ ഉമ്മയോട് ചൊടിച്ചവർ കേട്ടോ, കുടുംബക്കാരോട് അരിസത്തിൽ കഴിയുന്നവർ കേട്ടോ, മന്ത്രവാദിന്റെ അടുക്ക, ജ്യോത്സ്യക്കാരന്റെ അടുക്ക കണക്ക് വെക്കാൻ പോകുന്നവർ കേട്ടോ. എല്ലാരും കേട്ടോളി. ഹബീബായ നബി തങ്ങൾ പറയാ, നാളത്തെ രാത്രി അല്ല പൊറുക്കാത്ത വിഭാഗം, അല്ല മാപ്പ് ചെയ്യാത്ത വിഭാഗം, അള്ളാന്റെ കാരുണ്യം ചൊരിക്കപ്പെടാത്ത വിഭാഗം ആരറിയുമോ? ഒന്ന് ഇലാ മുശ്രികീൻ, മുശ്രിക്കാണ്, ബഹുദൈവാരാധകനാണ്, അവനല്ല പൊറുക്കില്ല, അവനിലേക്കല്ല നോക്കില്ല. വലാ ഇലാ മുശാഹിനീൻ, അതുപോലെ തന്നെ പരസ്പരം വൈരാഗ്യത്തിൽ പിണങ്ങി നിൽക്കുന്നവൻ, അരിസപ്പെട്ട് കഴിയുന്നവൻ, ചൊടിച്ചിരിക്കുന്നവർ, തർക്കത്തിലേർപ്പെട്ടവർ, അവർക്കല്ല നാളെ പൊറുക്കല. നീ അല്ലാണ്ട് പടച്ചറബേ പൊറുക്കല്ലാന്ന് പറഞ്ഞിട്ട് 3 യാസീൻ ഓതിയിട്ട് നാളെ ദുആരക്കുന്നതിന് പിന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള ദുആന്റെ മജ്ലിസിൽ കൂടുന്നതിന് പിന്നെ നീ അരിശപ്പെട്ടവരോടൊന്ന് ഫോണാക്കിയിട്ട് വിരിശത്തിലാവണോ, ഒന്ന് രാജിയാവണോ, ഒന്ന് നല്ല സുൽഹിലാവണോ, എന്നിട്ട് ദുആരുന്നു. ഇനി കേട്ടോ, വലാ ഇലാ ഖാതി റഹിം, എന്റെ വിഷയമാണ്, എനങ്ങോട്ടെന്റെ വിഷയമാണ്, എനങ്ങോട്ടെന്റെ വിഷയമാണ്. വലാ ഇലാ ഖാതി റഹിം, കുടുംബബന്ധം മുറിച്ചവർക്കും അല്ല പൊറുക്കില്ല. എളാപ്പാട് മിണ്ടാതെ നീ എടുത്തുവായിരുന്നിട്ട് കാര്യമില്ല, അളിയന്മാരോട് മിണ്ടാതെ നീ സിയാറത്തിന് പോയിട്ട് കാര്യമില്ല. അതെ, ആരോടാണോ നീ ബന്ധം മുറിച്ചത്, ആ ബന്ധം നന്നാക്കാത്ത കാലത്തോളം നിനക്കല്ല പൊറുക്കലാന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവര്, കുടുംബക്കാരോട് ചൊടിച്ചു നിൽക്കുന്നവര്. കുടുംബമെന്ന് പറഞ്ഞാൽ കെട്ടിയോളും കുട്ടിയോളും മാത്രമല്ല, കുടുംബമെന്നത് വിശാലമായ സാമ്രാജ്യമാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. ആരോടായാലും നീ ചൊടിക്കണ്ട. കുടുംബ ചെല്ലങ്ങാര്, ഫാമിലി ചെല്ലങ്ങാര്, നീ എടാ ഞാൻ ഗൾഫില് ഒക്കെ മാഷാ അല്ലാ, ഞാൻ മാത്രല്ല എന്റെ ഫാമിലിയും ഗൾഫില്. ആര് ഫാമിലി? കെട്ടിയോളും 3 കുട്ടിയോളും, ബാപ്പ ഉമ്മ 5 പെങ്ങന്മാർ എല്ലാം നാട്ടിൽ. അപ്പൊ ഇത് ഫാമിലി അല്ലേ? ഇത് വിത്തൗട്ട് ഫാമിലിയാ. ഞാനും എന്റെ ഫാമിലി ഹാപ്പി. എന്റെ ഫാമിലി കെട്ടിയോളും കുട്ടിയോളും മാത്രമേ. ഫാമിലി എന്ന് പറഞ്ഞത്, കുടുംബം എന്ന് പറഞ്ഞത് അത് വിശാലമാണ്. അവിടെ ഉമ്മയുണ്ട്, അമ്മമാരുണ്ട്, അവിടെ ബാപ്പയുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, അവിടെ ജേട്ടന്മാരുണ്ട്, അനുജന്മാരുണ്ട്, അവിടെ ജേട്ടത്തിമാരുണ്ട്, അനുജത്തിമാരുണ്ട്, അവിടെ എളാമയുണ്ട്, എളാപ്പമാരുണ്ട്, അവിടെ അമ്മായിമാരുണ്ട്, അമ്മോഷന്മാരുണ്ട്, അവിടെ അളിയന്മാരുണ്ട്, മച്ചുനമാരുണ്ട്, അവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അവിടെ മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ മറ്റു നിലക്ക് കെട്ടുവഴിയായും വിവാഹം വഴിയായും മാതാപിതാക്കൾ വഴിയായും അനുജന്മാർ വഴിയായും നിനക്കങ്ങനെ കുടുംബം എന്നത് വിശാലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഇങ്ങോട്ടൊക്കെ
നമുക്ക് ഈ കുടുംബം അയൽവാസം ചെല്ലെങ്കിൽ ആരറിഞ്ഞ കുടുംബം ചെല്ലെങ്കിൽ കെട്ടിയോളും കുട്ടിയോളും, അയൽവാസം ചെല്ലെങ്കിൽ വിളിച്ചെങ്കിൽ കൂറ്റാട്ടുന്നു. അതിന്റെ അപ്പുറത്തതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ആരാണ് അയൽവാസി? മഹദി പറഞ്ഞു, നിന്റെ 4 ഭാഗത്തു നിന്ന് നോക്കിയെങ്കിൽ 40 വീട്ടുകാർ അയൽവാസികളാണ്. ഇങ്ങനെ നോക്കുമ്പോ 40ഓളം വീട്, ഇങ്ങനെ നോക്കുമ്പോ 40ഓളം വീട്, ഏകദേശം 10 അടിക്കെത്തും, മൂസോടിക്കെത്തും. എത്തല്ലേ? നമ്മളെ കണക്കിലേ ഇല്ല. നമ്മളെ കണക്കിലെ അയൽവാസി കമ്പൗണ്ടിന്റെ നേരെ അപ്പുറത്തുള്ള എന്നിട്ട് ഓന്റെ നേരെ ഉണ്ടാ വലിയ കമ്പൗണ്ട് ഒത്തിച്ചനോ എന്റെ ഓൻ വന്നിട്ടുണ്ടാന്ന് ആണ്ടുമ്പോഴും ദ്വാരുന്നതിനറിഞ്ഞ മീറാജിന്റെ ബറാത്തിന്റെ റമദാനിലും ദർഗന്റോടെയും ഉസ്താദുമാരിലും തങ്കന്മാരും കണ്ടിട്ട് ദ്വാരിപ്പിച്ചതിന് ഒരു ഫര ഉസ്താദ് ഒരു ഫര കുറെ ആയി വാടകന്റെ റൂമിൽ ലീസിൽ ഉസ്താദ് ദ്വാരക്കോണെന്ന് പറഞ്ഞിട്ട് 756 കൊടുത്തു. എന്താ 756ന്റെ ഭാഗ്യമാ അല്ല ഉസ്താദിന്റെ ദ്വാന്റെ ഫലമാ? ഓനൊരു ഫര അല്ല എത്തിച്ച് ഒരു 3-4 സെന്റ് ജാഗ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം, എന്നിട്ട് ഫരെല്ലാം കിട്ടുന്ന മുന്നേ ഓൻ 12 ലോഡ് ജെല്ലിയും 3 ലോഡ് 26 ലോഡ് കല്ലിയും എല്ലാം ചൊരിച്ചിട്ടും ഫസ്റ്റ് കെട്ടിയെന്നറിഞ്ഞ കമ്പൗണ്ട് ഓൻ ദ്വാരുന്നുണ്ടോ ഇത്ര നാക്കാലം നീ ചങ്ങായി പെഹലെ ഇതെന്താ ഫസ്റ്റ്? അതാരും വന്നിട്ടുണ്ടാന്ന് ഞങ്ങൾ തന്നെ ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, കമ്പൗണ്ട് കെട്ടിയിട്ട് നല്ല ഗേറ്റും വെച്ചും ഡിജിറ്റൽ ഗേറ്റ്, റിമോട്ട് കൺട്രോൾ, എന്നിട്ടൊരു ബോർഡും നായുണ്ട് ജാഗ്രത. ആരും വന്നിട്ടുണ്ടാൻ നായിയുടെ എച്ചരിക്ക. ഇനി നായി ചത്തമ്പും ബോർഡുണ്ട് അവിടെ. എന്റെ വെച്ചോനെ വലിയ നായി, നായിന്റെ കൂടെ പോയി തന്നെ കണക്കൂട്ടിയോളി. കൂടെ എറിഞ്ഞെങ്കിലും ആ ബോർഡ് അറിയാലോ. നിങ്ങൾ നല്ലോണം നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ട്, സംഗതി അങ്ങനല്ലേ അല്ലേ? അല്ല നിങ്ങളെ ഈടുണ്ട് ഞാൻ ചെല്ലിറ്റ, നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ അരിസപ്പെടണ്ട, നിങ്ങൾ ചെല്ലിറ്റ ഞാൻ സംഗതി ഇല്ലേ? വർത്തമാന കാലത്ത് ഇങ്ങനെ ഇല്ലേ? തീർച്ചല്ലേ? എത്ര സ്ഥലത്തുണ്ട് ഞമ്മ കണ്ടിന്. അത് ചില പൈസക്കാരോടാണ് ജോറില്ല. പാപ്പത്തിന്റെ ബോർഡ് പോയിട്ട് കമ്പൗണ്ട് കെട്ടാൻ പൈസ ഇല്ല, ഓണ്ടന് മോന അതിനെ കട്ടിപ്പലത്ത് കെട്ടിയോ. ചില ആൾക്കാർ, ചില പണക്കാർ അല്ലാഹു തആല പണം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു. മാഷാ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലുള്ള ചില പണക്കാർ ബഹുമാനപ്പെട്ട ലത്തീഫാജിയെ പോലെ അൽഹംദുലില്ലാഹ് എത്ര ജനങ്ങൾക്കാണ് പള്ള നിറയുന്നത്, എത്ര ജനങ്ങൾക്കാണ് സേവനം ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നവർ. നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ആലങ്കാരിക വാക്കല്ല. ഞാനിപ്പോ അയാൾ ഇരുത്തിയിട്ട് സ്തുതി പറയുന്നതല്ല. അയാൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാല. എനിപ്പോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ആർന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ മേങ്ങാൻ വരുന്നുമില്ല. എന്നാലും സംഗതി അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഈ പിന്നെ ഇവിടെ കമ്മിറ്റിയുടെ തലപ്പത്ത് വന്ന ദേശാണ് മാഷാ അല്ലാഹ്. നല്ലൊരു മനോഹരമായത് അല്ലെ? ഒരു പരിസരവും ഈ മുറ്റവും പള്ളി പരിസരവും ഒക്കെ റാഹത്തായി കാണുമ്പോ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചിറാന്ന്. എന്തെങ്കിലും സെൽഫി എടുക്കാൻ വന്നെങ്കിൽ നിസ്കരിച്ചിറോ അല്ലേ? ഊട് തന്നെ പോന്ന അങ്ങനെ. അപ്പൊ അവിടെ സെൽഫി എടുക്കാൻ വന്ന അവിടെ അൽഹംദുലില്ലാഹ് നല്ല റാഹത്ത്. അല്ലെങ്കിൽ ഉപ്പളകുന്നി എന്ന് പറയുമ്പോ അത് എല്ലാത്തിലും ഒരു അറിയപ്പെട്ട നാടാണ്. ഒരുപാട് കാലം ദർശനം നടത്തി ഉള്ള നാട്, പണ്ട് കാലം മുതലേ ദർസുള്ള നാട്. നല്ല ഉപ്പള റേഞ്ചില് നമ്മൾ ഈ മേഖലയില് അറിയപ്പെട്ട വിശാലമായ ഉയർന്ന ക്ലാസ്സുകളുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ, ആണുകിടാക്കളും പെണ്ണുകിടാക്കളും പഠിക്കുന്ന മദ്രസകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസ ഞങ്ങൾ ഉപ്പളകുന്നിലെ മദ്രസയാണ്. ദർസ് പണ്ട് കാലം മുതലേയുണ്ട്. ഒന്നരായ ശൈഖുന ബഹുമാനപ്പെട്ട എം.പി. സഅദി ഉസ്താദ് നീണ്ട 7 വർഷത്തോളമോ 9 വർഷത്തോളമോ എന്തോ ഇവിടെ ദർസ് നടത്തിയിരുന്നു ഞങ്ങളെ ഉസ്താദ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട ഒന്നരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ് സുഖമില്ലാതെ ഇന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു പൂർണ്ണാരോഗ്യം നൽകട്ടെ. മഹാനരായ പണ്ഡിതരാണ്, പ്രഗത്ഭരായ പണ്ഡിതനാണ്, ഒരുപാട് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കാലം പിന്നെയും ഇപ്പോഴും ഈ നാടിന്റെ മുദരിസായി ജോലി ചെയ്തിരുന്നയാളാണ്. മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമാ മഞ്ചേശ്വരം മേഖല മുഷാവറംഗമാണ്. ജമിയത്തുൽ ഖുതബാഇന്റെ കരുത്തനായ സാരഥിയാണ്. പ്രഗത്ഭരായ മഹാനരാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, ഷുഗർ പ്രഷർ പോലെയുള്ള മാറാവ്യാധികളിൽ നിന്ന്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്, ആക്സിഡന്റ് പോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. പറഞ്ഞു വന്നത് കുടുംബക്കാരെ അകറ്റണ്ട, അവർ വരുമ്പോ ഗേറ്റ് അടക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം നീ അവർക്ക് നിന്റെ ജാഗന്റെ പട്ട അതല്ലെങ്കിൽ ആധാരം കൊടുക്കണമെന്നല്ല. നിങ്ങൾ വെളിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് ബേജാറന്ന്. ഇയാളെനി ചെല്ലിയുള്ള എന്റെ ജാഗന്റെ പട്ടനെ ഏളാമാക്കി കൊടുക്കാൻ ചെന്നാന്ന്. പേടിക്കണ്ട, ആശ ഉണ്ടെങ്കിൽ കൊടുത്തോളി, ബേജാറൊന്നും ഇല്ല. ഇനി എന്ത് കൊടുത്തെങ്കിലും കൊടുത്തില്ലെങ്കിലും ആ പിരിസപ്പാട് മുറിക്കണ്ട. അല്ലെങ്കിൽ നീ കൊടുക്കുന്ന കിറ്റില്ലേ
കിറ്റാട്ട് കെട്ടാട്ട്. നീ ആർക്ക് കൊടുക്കുന്നെങ്കിലും ഫസ്റ്റ് കൊടുക്കേണ്ട കുടുംബത്തിൽ. അവർക്ക് തന്നെ കൊടുക്കണമെന്നല്ല, നാട്ടുകാർ പട്ടിണിയാവും. എന്നാലും മുന്തിക്കേണ്ടത് അവരെ. കാരണം എന്തേ? അവർക്ക് കൊടുത്ത 2 കൂലിയുണ്ട്. നാട്ടുകാർക്ക് 1 കിറ്റ് കൊടുത്തെങ്കിൽ 1 കിറ്റിന്റെ കൂലിയാണ് നിനക്ക്. അതേസമയത്ത് കുടുംബത്തിൽപ്പെട്ടവൻ 1 കിറ്റ് കൊടുത്താൽ 2 കിറ്റ് കൊടുത്ത കൂലിയുണ്ട്. 1 കിറ്റ് കൊടുത്ത കൂലി, സദക്കാന്റെ കൂലി, പിന്നെ കുടുംബ ബന്ധം ചേർത്തു എന്ന കൂലി. നാട്ടുകാർക്ക് കൊടുത്തെങ്കിൽ മോശമില്ല, നാട്ടുകാരെ മംഗളത്തിൽ വിളിച്ചെങ്കിൽ മോശമില്ല, നാട്ടുകാരെ വിളിച്ചിട്ട് ബഫെ സിസ്റ്റമാക്കിയെങ്കിൽ മോശമില്ല, കുടുംബക്കാരെ വിളിക്കാൻ അല്ലേ. ഇയാൾ ആജി ഡബിൾ ആജിയ ത്രിബിൾ ആജിയ എന്തോ, ഇയാൾ അജിന് പോകുന്നാലോ. അതിന്റെ ഇടയ്ക്ക് ഇയാൾ വലിയ മംഗലം ചെല്ലെങ്കിൽ ബടാ മംഗലം, ഡിജിറ്റൽ മംഗലം അല്ല, എന്ത് മൗലുദ്. അജിന് പോകുന്ന ആളെ ഹജ്ജിന് പോകുന്ന ആളെ മൗലുദ്, ഭയങ്കര മൗലുദ്. എല്ലാ നാട്ടിലെ പരിസരത്ത് ഹജ്ജിമാരുണ്ട്, തങ്ങന്മാരുണ്ട്, എല്ലാരും ഉണ്ട്, ാറുണ്ട്, ആജിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ കേശുണ്ട്, നാട്ടുകാർ ഫുള്ളുണ്ട്. എന്തേ? ഇയാൾ ഉംറക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന ഇയാൾ വിളിക്കാത്ത മനുഷ്യന്മാരില്ല. ഇയാൾ വിളിച്ചിട്ട് പേടിഞ്ഞിട്ട് രാഷ്ട്രീയ ചെല്ലെന്ന് പറഞ്ഞ നീ കണ്ടോരില്ല, നീ എന്നെ ചെല്ലിയത് വിട്ടുണ്ടാ, ആരും വിട്ടുണ്ടാ. നല്ല കാര്യം തന്നെ, നല്ല കാര്യം തന്നെ. പോകുമ്പോൾ മൗലിദ് ഓതിക്കുന്നത് നല്ല കാര്യം, നാട്ടുകാരെല്ലാം വിളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം. നിങ്ങൾക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ളവരെ ഏൽപ്പിക്കുന്നതും നല്ല കാര്യം. ശരി ശരി. നിങ്ങളെല്ലാം വിളിപ്പിച്ച ഈ മനുഷ്യന്റെ മൗലിദ് പടമൗലിദ് റഹ്മാന് 11:30 മണിക്ക് തുടങ്ങിയ തീറ്റില്ലേ 4:40 ഇടീ ജില്ലക്കാറും വന്നില്ല. ആ വന്ന കൂട്ടത്തിൽ ഇളാവില്ല. ഓന് 3 ഇളാവുണ്ട്, 2 മൂത്തുണ്ട്. അതിൽ 2 മൂത്തമാറും ഉണ്ട്, മൂത്തമ്മമാരുണ്ട്, മക്കളും ഉണ്ട്, 2 ഇളാബയും ഉണ്ട്, 1 ഇളാവില്ല. ഇളാവിന്റെ വിഷയം ചെല്ലുമ്പോൾ ഒരാൾ പോകുന്നതാണ്. നിങ്ങൾ എന്നെ കേക്കി, 1 ഇളാവില്ല. ഈനെന്താ ആൾക്കാർ നോട്ടാക്കി, നോട്ടാവുമല്ലോ. കാരണം അയാൾ എല്ലായിടത്തും ഉള്ള മനുഷ്യനാണ്. എല്ലാ നല്ല ഇടങ്ങളിലും അയാളാവുണ്ട്, എല്ലാ സ്ഥലത്തും അയാളുണ്ടാന്ന്. പള്ളിയിലുണ്ട്, പറമ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. മരിച്ചെടുത്തുണ്ട്, മംഗലത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സ്വന്തം ഈ ചങ്ങായി ഇളാവ മോനല്ലേ, ഇളാവന്റെ മോനല്ലേ. ഇയാളാരിപ്പ ഇളാവാക്ക്? നിങ്ങന്റെ മുണ്ടില്ല, നിങ്ങന്റെ ഈ ഊതിയ പുക പോലെ ദമ്മുടിച്ചിരുന്നേ. നിങ്ങ എന്റെ കൂടെ ചെല്ലി വായി വളർന്നിരിക്കുന്ന ഇത് പാട്ടല്ല. ഇളാബാക്കി ഇയാളാരിയെന്ന് ആ മോന് നീ എന്റെ കൂടെ പോകണം. നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാവാൻ കഴിയാ. പാട്ടതിനങ്ങ് സാരില്ല, ഇത് ദീനല്ലേ, ഇത് ഇൽമല്ലേ. അള്ളാഹു കബൂലാക്കി തട്ട്. എല്ലാവരും നോക്കിയത് ഇളാവാൻ, അയാളെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ എല്ലായിടത്തും അയാൾ മുന്നേ ഉണ്ടാന്ന് ബീച്ചിലും ബീച്ചറി ബിരിയാണി ഇടട്ട ഐസ്ക്രീം വേണ. ഇയാൾ കാണുന്നില്ല. കാണാണ്ടാകുമ്പോ ഒരു നല്ലൊരു മനുഷ്യൻ ഇയാൾ അസർക്ക് പള്ളിക്ക് വന്നപ്പോ കേട്ടു. ആരുവിന് പള്ളിക്ക് വന്നപ്പോ ആര് വന്നപ്പോ ഉമ്രക്ക് പോകുന്ന ആള് ഈ മനുഷ്യൻ ഇയാള് മാരുവിന് പള്ളിക്ക് കേട്ട് കേട്ട് എന്തെന്ന് ഞങ്ങളുടെ മൂലതലല്ലേ. അൽഹംദുലില്ലാഹ് കബൂലാക്കട്ടെ. നിങ്ങളെ യാത്ര അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, മംഗളമാക്കട്ടെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇയാൾ കേട്ട് എല്ലാവരും ഉണ്ടായോ, ഇടീ മനുഷ്യന്മാരോ ഇടീ നാട്ടുകാർ എല്ലാവരും ഉണ്ടായി. എന്നുപോലെ നിങ്ങളെ ചെറിയ ആളാ അയാൾ ഇക്ബാൾ, അയാൾ വന്നിട്ടല്ലേ. ഇക്ബാളല്ല, മസലൻ ഫോർ എക്സാമ്പിൾ, ഉദാഹരണം തക്ദീറൻ, അയാൾ വന്നിട്ടില്ലല്ലേ. അപ്പൊ ഇയാൾ ചെല്ലെന്ന് പറഞ്ഞ ആരി ഈ ഉംറക്ക് പോകുന്ന പടമൂലം നടത്തി ഇയാൾ ചെല്ലെന്ന് പറഞ്ഞ ഇല്ല, അയാളെ ഞാൻ വിളിച്ചിട്ടേ, അയാൾ അവനെ വിളിച്ചിട്ടേ. ഞാൻ നേരില്ല. നിങ്ങൾ നേരാണ്ടേ, നിങ്ങൾ മൈസൂർക്ക് ടൂർ പോകുന്നല്ലേ, നിങ്ങൾ ഊട്ടിക്ക് ജാറം പോകുന്നല്ലേ, നിങ്ങൾ ഉംറക്ക് പോകുന്നല്ലേ, നിങ്ങൾ നേരാണ്ടേ. എന്നെ എടുപ്പാലെടുത്തിട്ട് അതെല്ലാം മറക്കണ്ടേ, അതെല്ലാം പൊറുക്കണ്ടി നിൽക്കും. ഇയാൾ ജില്ലെന്ന് പറഞ്ഞ അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ ഓന് പൊറുക്കലാൻ. ചങ്ങായേ, നീ മൂസോടി പോയിട്ട് ആ കടപ്പുറത്ത് കുളിച്ചിട്ട് വാ. നീ ഉംറക്ക് പോണ്ട, നീ ഹജ്ജിന് പോണ്ട. അല്ല പുറത്തെങ്കിൽ ഓൻ പൊറുക്കാലോ. നിന്റെ പൊറ്റ ഈ കിബറിന്റെ പൊറ്റ ആർക്ക് വേണോ? നിന്റെ ഉംറ കിട്ടാണ്ട്, നിന്റെ ഹജ്ജ് കിട്ടാണ്ട്, നിന്റെ നിസ്കാരം കിട്ടാണ്ട്, എന്റെ അല്ലാഹ് അല്ലാന്റെ ബെറ്ററിലോ നീ ഭക്ഷണം കൊടുക്കാണ്ട് നാട്ടുകാർ പട്ടിണി കിടന്ന ഇതെന്തോ ടൂറാ. അവ പോന്നെങ്കിൽ മര്യാദക്കുമാണോ? എല്ലാവരെക്കാളും നിന്നെ ബന്ധം ചേർക്കേണ്ടത് കുടുംബക്കാരോട്. നീ എത്ര ഹജ്ജ് ചെയ്തവനായാലും എത്ര ഉംറ ചെയ്തവനായാലും കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ നിന്നെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്
നീണ്ട ആയത്താണ്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെയും മുറിക്കുന്നതിന്റെയും ഫലങ്ങളും ദുഷ്ഫലങ്ങളും എല്ലാം വിശദീകരിച്ചിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, കുടുംബമെന്ന ആ സംഗതികളോട്, കുടുംബക്കാരാകുന്ന മനുഷ്യന്മാരോട്, അത് കെട്ടിയോളവാകക്കാരാവട്ടെ, അത് ആര് തന്നെയാവട്ടെ, അവരോട് നീ അരിസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അവരോട് ബന്ധം മുറിച്ചവനാണെങ്കിൽ, ഉലൈക ലഅനഹുമുല്ലാഹ് ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. കുടുംബബന്ധം മുറിച്ചവര്, കുടുംബക്കാരോട് ആരിസത്തിൽ കഴിയുന്നവര്, അമ്മായി കേൾക്കണോ മരുമോള് കേൾക്കണോ, എത്ര കാലമായി നിങ്ങ മിണ്ടാതെ, അളിയന്മാർ കേൾക്കണോ മച്ചുനമാർ കേൾക്കണോ, എത്ര കാലമായി നിങ്ങ പരസ്പരം കാണാതെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, ഇബ്ലീസിനെ ലഅനത്തിട്ടതുപോലെ അവർ ശപിക്കപ്പെട്ടവരാണ്, ലഅനത്തിടപ്പെട്ടവരാണ്. മാത്രമല്ല മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞത് കാണാം, വയഖതൗന മാ അമറല്ലാഹു ബി അയ്യൂസല, ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം, ഊഷ്മളമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, ഹൃദയസ്പർശിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, നല്ല നിലക്കാവണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബജീവിതം, അത് മുറിച്ചവരാണെങ്കിൽ, അവരോട് ദേഷ്യപ്പെട്ടവരാണെങ്കിൽ, അതേ അല്ലാഹ് പറയുകയാണ്, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് പരാജിതരാണ്, അവർ വിജയിക്കില്ല, അവർ ഒരിക്കലും രക്ഷപ്പെടല. അവരായി അമൽ അല്ലാഹ്ക്ക് വേണ്ട. എന്തിനേറെ പറയണോ, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ അവരുടെ ദുആക്ക് ഉത്തരമില്ല. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ചില ആൾക്കാർ വിചാരിച്ചാണ് ആരിലും മുണ്ടിലങ്ങ് സാരില്ല, ഇത്ര കൊള്ള നിസ്കാരത്തിന്റെ കല നെറ്റിലുണ്ടെങ്കിൽ മതിയെന്ന്. നെറ്റിലുള്ള കല